ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സുശാന്താണ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ മുന്നിൽ ഒരു IPO നിൽക്കുന്നുണ്ട്. പൈൻ ലാബ്സ് എന്ന് പറയുന്ന കമ്പനിയുടെ IPO ആണ്. പൈൻ ലാബ്സ് പ്രീപെയ്ഡ് കാർഡുകളും ഒക്കെ ഡിജിറ്റൽ പേയ്മെൻറ്റ് സിസ്റ്റം ഒക്കെ എൻഹാൻസ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഈ കമ്പനി NCR ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. 18 ലക്ഷത്തോളം ഡിജിറ്റൽ ചെക്കൗട്ട് പോയിന്റ്സ് ആണ് ഇവർ ചെയ്യുന്നത്, അല്ലെങ്കിൽ പോയിന്റ് ഓഫ് സെയിൽസ് ടെർമിനൽസ് എന്ന് പറയാം. 20% മാർക്കറ്റ് ഷെയർ ഹോൾഡ് ചെയ്യുന്ന ഒരു കമ്പനി കൂടിയാണ് ഇവർ. അതിന് പുറമെ ഇവരുടെ പ്രീപെയ്ഡ് കാർഡുകൾ നോക്കിക്കഴിഞ്ഞാൽ 22 കോടി കാർഡുകളാണ് ഇവർ പ്രീപെയ്ഡ് കാർഡുകൾ ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. ഏകദേശം 30% ഇവരുടെ റവന്യൂ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഈ ഒരു ഭാഗത്തു നിന്നാണ്. അപ്പോൾ ഈ ഡിജിറ്റൽ ബാക്കുള്ള ഒരു കമ്പനിയാണെന്ന് പറയാം, ഡിജിറ്റൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു കമ്പനിയാണെന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ ഇവരിത് 2019 ക്വിക്ലിവർ എന്ന് പറഞ്ഞ ഒരു കമ്പനിയെ 2019 ഏറ്റെടുത്തത്. കമ്പനി ഏകദേശം 10 ലക്ഷത്തോളം മെർച്ചൻസ് ഈ കച്ചവടക്കാരെയാണ് സഹായിക്കുന്നത്. അതുപോലെ തന്നെ 716 കൺസ്യൂമർ ബ്രാൻഡ്സിനെ ഇവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 177 ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ഇന്ത്യയിലും ഏഷ്യയിലും ഒക്കെ ആയിട്ട് ഇവർ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കമ്പനി കൂടിയാണ് ഇവർ. സോ ഓൾ ടുഗെദർ ഞാൻ പറയും, ഒരു ഡിജിറ്റൽ പേയ്മെൻറ്റ് അല്ലെങ്കിൽ Paytm ഒക്കെ പോലെയുള്ള അതിൻ്റെ ചെറിയൊരു സ്കെയിലിൽ ഹോൾഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. പ്രീപെയ്ഡ് കാർഡുകളൊക്കെ ഇഷ്യൂ ചെയ്ത് അവരെ പേയ്മെൻറ്റിനൊക്കെ സഹായിക്കുന്ന ഒരു കമ്പനി എന്ന് പറയാം. 3900 കോടി രൂപയുടെ IPO ആണിത്. ഇതിൽ ഫ്രഷ് ഇഷ്യൂ എന്ന് പറയുന്നത് 2080 കോടി രൂപ. ഇതാണ് കമ്പനിയിലേക്ക് പോകാൻ പോകുന്ന പൈസ എന്ന് പറയുന്നത്. ഇതിൽ 760 കോടി രൂപ അവർ IT അതുപോലെ തന്നെ ക്ലൗഡ് സർവീസൊക്കെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. 532 കോടി രൂപ അവർ ഡെറ്റ് റീപേയ്മെൻറ്റ്, ഇപ്പോഴുള്ള കടങ്ങൾ വീട്ടുന്നതിനായിട്ട് ഉപയോഗിക്കാൻ പോകുന്നു. 60 കോടി രൂപ ഗ്ലോബൽ എക്സ്പാൻഷന് വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത്. പിന്നെ ഒരു കുറച്ച് പൈസ അൺഐഡൻറ്റിഫൈഡ് ഉണ്ട്, അതായത് എന്തുവാണെന്ന് പറയുന്നില്ല, അക്വിസിഷൻ നടത്താൻ വേണ്ടിയിട്ടും മറ്റുള്ള കമ്പനികളെ ഏറ്റെടുക്കാനും കോർപ്പറേറ്റ് പർപ്പസിനൊക്കെ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതെന്നും പറയുന്നുണ്ട്. പിന്നെ 1820 കോടി രൂപ ഓഫർ ഫോർ സെയിലാണ്. 10 ഫിനാൻഷ്യൽ ഇൻവെസ്റ്റേഴ്സാണ്. അതിൽ മാസ്റ്റർ കാർഡ് വരുന്നുണ്ട്, പേപ്പാൽ, ടീം സീക്ക്, പീക്ക്, സോഫിനിയ, അങ്ങനെ പല ഇൻവെസ്കോ. ഇവരൊക്കെ ഏകദേശം 4 വർഷമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അവർ എക്സിറ്റ് ചെയ്യാണ്. അതിൽ 10% ലോസിലാണ് അവർ എക്സിറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ്. ഓക്കെ, 210-നും 221-നും ഇടയിലാണ് ഇതിൻ്റെ പ്രൈസ് ബാൻഡ് വരുന്നത്. 25,377 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ. അതിൽ 15% ഡയല്യൂട്ട് ചെയ്യുന്നത്. 10% മാത്രമാണ് ഇവരുടെ റീറ്റെയിലേഴ്സിന് അവൈലബിൾ ആയിട്ടുള്ളത് ഈ IPO. കാരണം കമ്പനി 2023-25 23, 24, 25 3 സാമ്പത്തിക വർഷത്തിലും ലോസ് ആണ് കമ്പനി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 7 നവംബറിന് തുടങ്ങി 11 നവംബർ വരെയാണ് ഇതിൻ്റെ IPO ഓപ്പൺ ആയിരിക്കുന്നത്. 14 നവംബറിനാണ് ഇതിൻ്റെ ലിസ്റ്റിംഗ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ കമ്പനിയുടെ ബാക്ക്ഗ്രൗണ്ട്. പൈൻ ലാബ്സ് എന്നാണ് ഈ കമ്പനിയുടെ പേര്. ഈ IPO റിവ്യൂ ആണ് ഈ വീഡിയോ. അപ്പോൾ വീഡിയോയുടെ വിശദമായിട്ട് പോകാം. അതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നു വിചാരിക്കട്ടെ. സ്റ്റോക്ക് മാർക്കറ്റ് ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് റിലേറ്റഡ്, സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോകളാണ് ഈ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യാറുള്ളത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ ചാനലിൻ്റെ ലിങ്ക് നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ ഞാനൊരു SEBI രജിസ്റ്റേർഡ് ആയിട്ടുള്ള റിസർച്ച് അനലിസ്റ്റാണ്. ഞങ്ങളുടെ റിസർച്ച് അഡ്വൈസറി പ്രൊഡക്റ്റുകൾക്കായിട്ട് നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം അസോസിയേറ്റ് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഞങ്ങളുടെ ഫ്രീ ടെലിഗ്രാം ചാനലുണ്ട്, ഞങ്ങളുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട്. ഞങ്ങളുടെ ടെലിഗ്രാം ചാനലുകൾ ചേരാനും മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ അഡ്വൈസറി സർവീസുകൾ ലഭ്യമാണ്. അപ്പോൾ അതിനായിട്ട് നിങ്ങളെ ഞങ്ങൾ അഡ്വൈസറി സർവീസിലേക്ക് ക്ഷണിക്കുന്നു. ഇനിയും ഈ കമ്പനിയുടെ മറ്റു കാര്യങ്ങളിലേക്ക് പോകാം. കമ്പനിയെ സംബന്ധിച്ചിട്ട് പറയുമ്പോൾ ആദ്യമായിട്ട് പറയുന്നത് 2025 ജൂണിലാണ് കമ്പനി അവരുടെ പൈൻ ലാബ്സ് അവരുടെ ഡൊമസൈൽ നെയിം ഇന്ത്യയിലേക്ക് മാറ്റിയത്. അത് നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ കൊടുക്കുന്ന ഒരു എവിടെയാണ് നിങ്ങൾ രജിസ്റ്റേർഡ് ഓഫീസ് എന്ന് കൊടുക്കുന്നതാണ് ഡൊമസൈൽ ക്ലോസ് എന്ന് പറയുന്നത്. സോ അതിൽ 2025 ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഈ IPO വരുന്നതിന് മുമ്പാണ് ഇത് ഇന്ത്യയിലേക്ക് മാറിയത്. സിംഗപ്പൂരായിരുന്നു ഇവരുടെ ഡൊമസൈൽ ക്ലോസ് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ കമ്പനി ഒരു ഐഡൻറ്റിഫൈഡ് പ്രൊമോട്ടേഴ്സ് ഇല്ല. കാരണം 3% സ്റ്റേക്ക് ഹോൾഡ് ചെയ്യുന്നത് ഡയറക്ടേഴ്സാണ്. 1.3% സീനിയർ മാനേജ്മെൻറ്റാണ് ഇതിൻ്റെ ഓഹരികൾ ഹോൾഡ് ചെയ്യുന്നത്. പിന്നെ ബാലൻസ് 95% ഓഹരികളും വരുന്നത് ഇൻവെസ്റ്റേഴ്സാണ്. അവർ 12 വരെ ഏകദേശം ഡിഫറെൻറ്റ് ഫണ്ടിങ് സോഴ്സിൽ നിന്നാണ് ഈ ഫണ്ട് വന്നിരിക്കുന്നത്. അതും കഴിഞ്ഞ 25 വർഷമായിട്ട്. അപ്പോൾ പുതിയ ന്യൂ ഏജ് ഫിൻടെക് കമ്പനികളെയും അതുപോലെ തന്നെ പഴയ ലോസ് മേക്കിംഗ് വെഞ്ചേഴ്സിനൊക്കെ ആയിട്ട് നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. അപ്പോൾ ഈ കമ്പനിയെ സംബന്ധിച്ച് പറയുമ്പോൾ IPOയ്ക്ക് മുമ്പുള്ള ക്വാർട്ടറുകളിൽ പോലും കമ്പനി ലോസ് മേക്കിംഗ് ആണ്. കാരണം 2025 മൊത്തം കാര്യം എടുത്തു കഴിഞ്ഞാൽ 2274 കോടി രൂപയുടെ റവന്യൂ കമ്പനി ഉണ്ടാക്കിയിട്ടുണ്ട്. 100 കോടി രൂപ ബിഫോർ ടാക്സ് ആണ് വന്നിരിക്കുന്നത്. 53 കോടി രൂപയുടെ അതർ ഇൻകം, അതായത് ബിസിനസ്സിൽ നിന്നല്ലാതെ മറ്റ് വരുമാന മാർഗമായിട്ട് 53 കോടി രൂപ വന്നിട്ട് പോലും കമ്പനി 100 കോടിക്ക് മുകളിൽ ബിഫോർ ടാക്സ് ലോസ് മേക്കിംഗ് ആണ്.
ഈ വർഷത്തെ ഫസ്റ്റ് ക്വാർട്ടർ എടുത്തു കഴിഞ്ഞാൽ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 5 കോടി, ജസ്റ്റ് ബിക്കോസ് എന്താ പറയുക ടാക്സ് ക്രെഡിറ്റ് കിട്ടിയത് കൊണ്ട് മാത്രമാണ്, അല്ലാണ്ട് ബിസിനസ് ചെയ്തിട്ട് പൈസ ഉണ്ടാക്കിയതല്ല. അപ്പോൾ ഓൺ പ്രീ ടാക്സ് ബേസിസ് നോക്കിക്കഴിഞ്ഞാൽ ലോസ് ആണ്. ബിഫോർ ടാക്സ് 5 കോടി രൂപയുടെ ലോസ് വരുന്നുണ്ട്. Q1 2026 കേസ് 37 കോടി രൂപ അവിടെയും അതർ ഇൻകം ആയിട്ട് കമ്പനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് കൂടി കമ്പനി ലോസിലേക്ക് വരുന്നു. കോർ ബിസിനസ് ഏകദേശം 7% നെറ്റ് ലോസ് ആണ് കമ്പനി വരുത്തി വെച്ചിരിക്കുന്നത്. അതിൻ്റെ 616 കോടി രൂപയുടെ സെയിൽസ് നടന്ന ഒരു ക്വാർട്ടറിൽ കമ്പനി ലോസ് നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ 6 വർഷമായിട്ട് കമ്പനി ഏകദേശം 6ഓളം ഏറ്റെടുക്കൽ നടത്തിയിട്ടുണ്ട്. അതായത് ഒരു വർഷം ഒരു അക്വസിഷൻ കമ്പനി നടത്തിയിട്ടുണ്ട്. 1160 കോടി രൂപ ഇതുവഴി മാത്രം ഗുഡ്വില്ലായിട്ട് പോയിട്ടുണ്ട്. ഇത് ജൂൺ 30, 2025 വരെയുള്ള കണക്കാണ്. 3600 കോടി രൂപയുടെ നെറ്റ്വർത്താണ് കമ്പനിക്കുള്ളത്. ഇതിൽ ഈ പറയുന്ന അക്വസിഷൻസ് ഒന്നും തന്നെ വേറെ രീതിയിൽ വർക്കൗട്ട് ആയിട്ടില്ല എങ്കിൽ ഈ ഗുഡ്വില്ല് ഭാവിയിൽ ഒരു ബേർഡനായിട്ട് കമ്പനിക്ക് മാറാൻ ബാലൻസ് ഷീറ്റിൽ സാധ്യതയുണ്ട്. ഈ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത് 25,377 കോടി രൂപയാണ്. ഇത് കമ്പനിയുടെ 2022 മുതലുള്ള ഇങ്ങോട്ടുള്ള ഫണ്ട് റേസിംഗ് ഉപയോഗിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിനേക്കാൾ കുറവാണ് ഇവരുടെ മാർക്കറ്റ് ക്യാപ്. കാരണം അതിൽ കൂടുതൽ ഫണ്ട് കമ്പനി റേസ് ചെയ്തിട്ടുണ്ട്. കാരണം മാത്രമല്ല എന്നിട്ട് കൂടി ഇവർ പോസിറ്റീവായിട്ട് മാറിയിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോഴും പ്രോഫിറ്റബിലിറ്റി വളരെ കാര്യമായിട്ട് എഫക്ട് ചെയ്തു. 2022 മുതൽ 2025 മുതൽ ഈ കമ്പനി ലാഭം ഉണ്ടാക്കിയിട്ടില്ല. 2022 വെറും 52 കോടി രൂപ ലോസ് ഉണ്ടാക്കിയ സ്ഥാനത്ത് ഇപ്പോൾ അത് ഉയർന്ന് 145 കോടി രൂപ, അതായത് ലോസ് 3 ഇരട്ടിയായിരിക്കും. റവന്യൂ നോക്കിക്കഴിഞ്ഞാൽ ഡബിൾ ആയിട്ടുണ്ട്. കാരണം 2022 940 കോടി രൂപ ഉണ്ടായിരുന്ന വരുമാനം ഇപ്പോൾ 2270 കോടി രൂപയായിട്ട് ഉയർന്നിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു ബെനിഫിറ്റും കമ്പനിയുടെ ഇൻവെസ്റ്റേഴ്സിനോ ഷെയർ ഹോൾഡേഴ്സിനോ ആർക്കും തന്നെ ഉണ്ടായിട്ടില്ല. മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുന്നത്, അതായത് ഈ ഒരു ഫിൻടെക് കമ്പനികളുമായിട്ട് കമ്പയർ ചെയ്യുന്നതിൽ അർത്ഥമില്ല. കാരണം ഇവരുടെ സ്വന്തം ഫണ്ടമെന്റൽസ് തന്നെ ഇതുവരെ എസ്റ്റാബ്ലിഷ് ആയിട്ടില്ല. പ്രൊമോട്ടേഴ്സ് ഇല്ല. ഇൻവെസ്റ്റേഴ്സൊക്കെ ഇപ്പോഴുള്ള ഇൻവെസ്റ്റേഴ്സൊക്കെ സെല് ചെയ്യുന്നത് ലോസിലാണ്. പിന്നെ ഡിജിറ്റൽ പേയ്മെൻറ്റിന് ഇത്രയും നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ടായൊരു സ്ഥലമാണ്, അല്ലെങ്കിൽ ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു സ്ഥലമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ഡിജിറ്റൽ പേയ്മെൻറ്റിൻ്റെ പോസിബിലിറ്റി എക്സ്പ്ലോർ ചെയ്തൊരു രാജ്യമാണ് ഇന്ത്യ. അവിടെ ഈ ഒരു സെഗ്മെൻറ്റിലുള്ള ഈ കമ്പനിക്ക്, അതും ടോപ്പ് ബ്രാൻഡ്സിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കമ്പനി, ടോപ്പ് ബാങ്ക്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കമ്പനി, ഇവർക്ക് സ്വന്തമായിട്ട് ലോസിൽ നിന്നും പ്രോഫിറ്റിലേക്ക് വരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതിലൊരു അർത്ഥമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കമ്പനിയുടെ എക്സിസ്റ്റൻസ് ക്വാർട്ടർ ഓഫ് സെഞ്ചുറി എന്നവരുടെ കൺട്രീസ് ടോപ്പ് ബാങ്കിലാണ് സപ്പോർട്ട് ചെയ്യുന്നത്, റീറ്റെയിലേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നു. എന്നിട്ട് കൂടി ഇവർ ലോസ് മേക്കിംഗ് ആണ്. സോ അതൊരു റെഡ് ഫ്ലാഗ് തന്നെയാണ്. കമ്പനിയുടെ ജൈജാൻറ്റിക് ഓപ്പർച്യൂണിറ്റി ഇവർക്ക് ഉപയോഗിക്കാൻ പറ്റിയില്ല. അടുത്തൊരു 25 വർഷം ഓൾഡ് ആയിട്ടുള്ളൊരു ബിസിനസ്സാണ്. എന്നിട്ട് കൂടി അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഇവർക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ്. അപ്പോൾ 2025 സെപ്റ്റംബറിലാണ് സെക്കൻഡറി ട്രാൻസാക്ഷൻസ് വഴി അണ്ടർടേക്കൻ ഒരു ഇൻഡിവിജ്വൽസ് ഏകദേശം 302 മുതൽ 315 രൂപ വഴിയാണ് ഇതിൻ്റെ ഷെയർ നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ലാസ്റ്റ് 2 മന്ത് നോക്കിക്കഴിഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സ് ഓൾറെഡി 27% മാർക്കറ്റ് ലോസിലാണ് അവരുള്ള ഇൻവെസ്റ്റ് ചെയ്തവർ. സോ പൊട്ടൻഷ്യൽ IPO ഇൻവെസ്റ്റേഴ്സും എന്താ പറയണ്ടേ, അതാണ് നമ്മൾ ഈ ഗ്രേ മാർക്കറ്റ് പ്രീമിയം വെച്ചിട്ട് എല്ലാവരും നമ്മൾ IPOനെ വാല്യൂ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഈ ഗ്രേ മാർക്കറ്റിൽ സെപ്റ്റംബർ 2025 ഈ കമ്പനിയുടെ ഷെയർക്ക് ട്രേഡ് ചെയ്തിരിക്കുന്നത് 302 315 അപ്പോൾ ഇപ്പോൾ അത് ഓൾറെഡി 27% മാർക്കറ്റ് ഷെയർ ലോസിലാണ് ഉള്ളത്. സോ അൺലിസ്റ്റഡ് മാർക്കറ്റ് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും സെബിയുടെ നിർദ്ദേശപ്രകാരവും അൺലിസ്റ്റഡ് മാർക്കറ്റ് ഗ്രേ മാർക്കറ്റ് പ്രീമിയം എടുത്തു വെച്ചിട്ട് IPO വാല്യൂ ചെയ്ത് നമുക്ക് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഫെയർ പ്രൈസ് ഡിസ്കവറി അല്ല ഗ്രേ മാർക്കറ്റ് എന്ന് പറയുന്നത്. സോ പൈൻ ലാബ്സ് എൻ്റെ വീക്ക് ഫണ്ടമെന്റൽസ് ആണ്. പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സ് ഒന്നും അവർക്ക് ബാക്കിയില്ല, എല്ലാം പ്രൈസിങ്ങിലാണ്. അപ്പോൾ ഇനി ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടുമെന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്കില്ല. അതുകൊണ്ട് തന്നെ ഒരു ലോങ് ടേം പോർട്ട്ഫോളിയോ സ്റ്റോക്ക് അല്ല. ലിസ്റ്റ് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ ഫണ്ടമെന്റൽസ് എപ്പോഴെങ്കിലും ഇമ്പ്രൂവ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ എന്നുള്ള രീതിയിൽ മാത്രമാണ്. സോ ഇറ്റ്സ് എ ക്ലിയർ കട്ട് അവോയ്ഡ് എന്നുള്ള രീതിയിലാണ് എൻ്റെ ഭാഗത്ത് വരുന്നത്. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാകും. പ്രത്യേകിച്ചും ഫിൻടെക് കമ്പനികളാണ്, പല ആളുകളും ഇതിനെ വളരെ ഓപ്പർച്യൂണിറ്റിയോടൊക്കെ നോക്കുന്നുണ്ടാവും. പക്ഷേ എനിക്കിതിൽ ഒരു പ്രതീക്ഷയും കാണുന്നില്ല ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട്. സോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. എപ്പോഴും ഓർമ്മിക്കുക, സ്റ്റോക്ക് മാർക്കറ്റിലുള്ള നിക്ഷേപങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും നഷ്ടസാധ്യതകൾക്ക് കൂടി വിധേയമായിട്ടുള്ളതാണ്. അപ്പോൾ അതുകൂടി കണ്ടറിഞ്ഞ് മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക എന്നുള്ളതാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്വാഭാവികമായിട്ടും കമൻറ്റ് ബോക്സിൽ എക്സ്പെക്ട് ചെയ്യുന്നു. വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അഡ്വൈസറി പ്രോഡക്റ്റുകൾക്കായിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഉപയോഗിച്ച് ജോയിൻ ചെയ്യാവുന്നതാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഹാവ് എ നൈസ് വീക്കെൻഡ്.